പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപ ഒരു ദിവസം കൂടി നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുക. ഓരോ ദിവസങ്ങളും എത്ര വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മൾ നനയാത്ത നാഴിക നമ്മുടെ കർത്താവ് വരും. ഇല്ലെങ്കിൽ കർത്താവ് നമ്മളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു ചേർക്കും. അതുവരെയും കർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്. പ്രത്യേകിച്ചും കർത്താവ് തനിക്ക് വേണ്ടി വേർതിരിച്ച ജനം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ക്രിസ്തുവിലായിരിക്കുമ്പോൾ ഈ കർത്താവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധം നമുക്ക് എത്ര അനിവാര്യമാണ്. ഞാൻ കർത്താവിൻ്റെ വകയായിരിക്കുന്നു. കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങി. ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്. ഈ ഒരു അറിവ് തന്നെ നമുക്ക് എത്രമാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് വീണ്ടും നമ്മൾ അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന വിഷയം പഠിക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം വിശ്വാസമാണ്. അപ്പോൾ ഈ വിശ്വാസം എപ്രകാരമുണ്ട് നമുക്ക്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. അബ്രഹാം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് ഒരു വിഗ്രഹാരാധിയായിരുന്നു. ചരിത്രം പറയുന്നത് താനൊരു വലിയ വിഗ്രഹങ്ങളുടെ ബിസിനസ് നടത്തിയിരുന്നു എന്നാണ്. അപ്പോൾ അബ്രഹാമിനെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെയൊരു ചരിത്രമുണ്ട്. ഒരു ദൈവം അബ്രഹാമിന് വെളിപ്പെട്ട് ദൈവവിളി കേട്ട അബ്രഹാം ഇത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചു. അവസാനം പിതാവ് വന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം ഉടഞ്ഞു കിടക്കുന്നു. ഉടനെ തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനോട് ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചു? ഉടനെ പറഞ്ഞു, ദേവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ പോകും? അവരടിച്ച് എല്ലാം തകർന്നു പോയി. എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരു സത്യദൈവമുണ്ട് എന്ന് പിതാവിനോട് പറയാറുണ്ട് ഏറ്റു. അപ്പോൾ അങ്ങനെ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് യഥാർത്ഥ സത്യദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അബ്രഹാം. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. സത്യദൈവത്തിൻ്റെ ആ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാം. ഇതുപോലെ ഇന്ന് നമ്മൾ ഓരോ വിശുദ്ധന്മാരും ദൈവസഭയിലെ ഓരോ അംഗങ്ങളും വിളി കേട്ടവരാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കും വേണ്ടത് അതേ അബ്രഹാമിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 2 കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന്, നമ്മൾ വായിച്ചത് അവന് ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് അബ്രഹാം വിശ്വസിച്ചതായിട്ട് നമ്മൾ കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ടത്, മരിച്ചു കഴിഞ്ഞാലും ഈ ദൈവത്തിന് ജീവിപ്പിക്കാൻ കഴിയും, മരിച്ച വ്യക്തിയെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം എത്രമാത്രം ആഴമുള്ള വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 3ാമത്തെ ഒരു കാര്യം ഞാനിവിടെ പറയാം. 3, 4, 5, 6 ഇങ്ങനെ 6 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 3ാമത്തെ കാര്യം, ദൈവത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മളീ കാണുന്നതെല്ലാം ഇത് പണ്ടില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു. അങ്ങനെ ശൂന്യമായ അവസ്ഥയിൽ നിന്നും ദൈവം ഓരോന്നിനെയും ഉളവാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവവചനമാണ് ഇതിനെക്കുറിച്ചുള്ള ശരിയായിരിക്കുന്ന ഒരു അറിവ് നമുക്ക് തരുന്നത്. എത്ര വ്യക്തമായ കാര്യമാണ്. ഇന്ന് മനുഷ്യൻ വികലമായ പല സങ്കല്പങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ചും ഈ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ തത്വജ്ഞാനികൾ തർക്കത്തിനും വിവാദത്തിനുമൊക്കെ ആയിട്ട് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ബൈബിൾ പറയുന്ന കാര്യമാണ് യാഥാർത്ഥ്യം.
അതിനപ്പുറം ഒരു സത്യമില്ല. അത് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തിരുവചനം വ്യക്തമായിട്ടും പറയുന്നത് ഈ കാണുന്നവയെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഉളവാക്കിയെന്ന്. നമ്മൾ ചിന്തിക്കണം, നമുക്ക് കാണാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഈ ആകാശവിധാനത്തിൽ തന്നെ എത്രയോ ആകാശ ഗംഗകളുണ്ട്. അപ്പോൾ ഒരു ആകാശഗംഗയിൽ നിന്നും മറ്റൊരു ആകാശഗംഗയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കോടിക്കോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആകാശവിധാനം തന്നെ എത്രമാത്രം വിശാലമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ പരിമിതമായ ഒരു അറിവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനം പറയുന്നത് ഇന്ന് നമ്മൾ ഈ കാണുന്നതെല്ലാം ദൈവവചനത്താൽ ഉളവായി എന്ന്. ഞാൻ 2-3 റെഫറൻസ് അതിന് വേണ്ടിയിട്ട് വായിക്കാം. ഒന്ന്, സങ്കീർത്തനം 33-9 വാക്യം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. കണ്ടോ? അപ്പോൾ ദൈവം അരുളി ചെയ്തതുപോലെ സംഭവിച്ചു. ഭൂമി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഈ ഭൂമി ഉണ്ടായി. നോക്കണം. അപ്പോൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉളവാക്കുവാൻ ദൈവത്തിൻ്റെ ഈ വചനത്തിന് കഴിയും, ദൈവത്തിൻ്റെ ശബ്ദത്തിന് കഴിയും. ദൈവം അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. അത് നമുക്ക് നമ്മുടെ ബുദ്ധിയിലൊക്കെ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുമോ? ചിന്തിക്കുക. എത്ര വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ. നിത്യതയിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ, നമ്മുടെ സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ ദൈവം എത്ര മഹോന്നതനാണ് എന്ന് നമ്മൾ വായിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ 148 സങ്കീർത്തനം, അതിൻ്റെ 148-ന്റെ 5 വാക്യം. 148-ന്റെ 5 വാക്യം. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ. അപ്പോൾ ദൈവം കൽപ്പിച്ചിട്ടാണ് ഇവയെല്ലാം ഉണ്ടായതെന്നാണ് ഇവിടെയും നമ്മൾ സങ്കീർത്തനകാരനായ ദാവീദ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം അതിൻ്റെ 11 അധ്യായം, എബ്രായ ലേഖനം അതിൻ്റെ 11 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ എബ്രായ ലേഖക കർത്താവ് പറയുന്നത്, ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കണ്ടോ? ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നോക്കുക. അപ്പോൾ പുതിയ നിയമത്തിലും എബ്രായ ലേഖന കർത്താവ്, അത് പൗലോസ്ലീഹായിരിക്കാനാണ് സാധ്യത, അപ്പോൾ താൻ പറയുന്നത് ഇത് വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. പത്രോസ്, നമുക്കറിയാം, പത്രോസ്ലീഹായും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പറയുന്ന ഒരു വാക്യം, പത്രോസിൻ്റെ 2 ലേഖനം അതിൻ്റെ 2 ലേഖനം 3 അധ്യായത്തിൻ്റെ 5 വാക്യം. 2 ലേഖനം 3 അധ്യായത്തിൻ്റെ 5 വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി. നോക്കണം, അവിടെ പത്രോസ് പറയുകയാണ്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി. അപ്പോൾ ഇവിടെയെല്ലാം തിരുവചനം വളരെ വ്യക്തമായും പറയുകയാണ്, ദൈവമാണ് ഇവയെല്ലാം ഉളവാക്കിയത്. ഇതിന് പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട്, അത് ദൈവമാണ്. ദൈവത്താലാണ് ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇന്നും അവിടുത്തെ ശക്തിയുള്ള വചനത്താലാണ് ഇവയെല്ലാം പരിപാലിക്കപ്പെടുന്നത്. അത് എബ്രായലേഖനം 1 അധ്യായം 3 വാക്യത്തിൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അബ്രഹാം ഒരു കാര്യം വിശ്വസിച്ചു. എന്താണ്? ശൂന്യതയിൽ നിന്നും ദൈവത്തിന് എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. നോക്കണം, അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ?
ഇതിനെ എല്ലാം ഉളവാക്കിയ ദൈവമാണ്. അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല. അവിടുന്ന് ഒന്ന് കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. എത്ര വലിയ വിശ്വാസമാണ്. അപ്പോൾ നാലാമത്തെ അബ്രഹാമിന്റെ വിശ്വാസം, തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളിൽ ആശയ്ക്ക് യാതൊരു വഴിയും ഇല്ലാതിരുന്നിട്ടും ആശയോടെ വിശ്വസിച്ചു. നോക്കണം, അബ്രഹാം തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളിൽ ആശയ്ക്ക് യാതൊരു വഴിയും ഇല്ലാതിരുന്നിട്ടും ആശയോടെ വിശ്വസിച്ചു. നമുക്കറിയാം എന്ന് പറഞ്ഞാല് അബ്രഹാമിന് ദൈവം ഈ അരുളപ്പാട് കൊടുത്ത സമയത്ത് അബ്രഹാമിന്റെ അവസ്ഥ നിർജീവാവസ്ഥയായിരുന്നു. നമ്മൾ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗമാണ്. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാല് തനിക്ക് മക്കളൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ. കാരണം പ്രായം അതിക്രമിച്ചു, ശരീരത്തിന്റെ അവസ്ഥകളെല്ലാം അതിന് കഴിവില്ലാത്തൊരു അനുഭവത്തിലേക്ക് മാറി. അപ്പോൾ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇതൊരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം ഇത് പറയുമ്പോഴത്തേക്കും അബ്രഹാമിന് ഉള്ളിൽ ചിരിയുണ്ടായ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും സാറ ചിരിച്ചതിനെ കുറിച്ച് അറിയാം, എന്നാൽ അബ്രഹാം ചിരിച്ചതിനെ കുറിച്ച് അറിയത്തില്ല. അബ്രഹാം ചിരിച്ചു എപ്പോഴാണെന്നറിയാമോ? നമ്മൾ അതേ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 17-ാം അധ്യായം, ഉൽപ്പത്തി അതിന്റെ 17-ാം അധ്യായം അതിന്റെ 15 മുതൽ ഞാൻ വായിക്കാം. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല, സാറ എന്നാണ് വിളിക്കേണ്ടത്. അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നും നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്നും ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണേ, 17-ാമത്തെ വാക്യം. അപ്പോൾ അബ്രഹാം കവന്നു വീണ് ചിരിച്ചു. കണ്ടോ? ദൈവം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാം കവന്നു വീണ് ചിരിച്ചു. എന്നിട്ട് തന്റെ ഉള്ളിലെ ചിന്ത, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. തന്റെ ഹൃദയത്തിൽ അങ്ങനെ പറഞ്ഞാണ് താൻ ചിരിച്ചത്. എന്നിട്ട് താൻ ദൈവത്തോട് പറയുകയാണ്, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. നിത്യനിയമമായി ഉറപ്പിക്കും. നോക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തം. പ്രിയമുള്ളവരെ, അബ്രഹാം അത് പൂർണ്ണമായും വിശ്വസിച്ചു. ഇത് ദൈവം അരുളിച്ചതാണെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന് വിശ്വസിച്ചു. നമുക്കറിയാം, പിന്നീട് ഒരു ചർച്ചയിൽ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സാറ ചിരിച്ചതായിട്ട് അതിന്റെ അടുത്ത അധ്യായത്തിൽ 18-ാം അധ്യായം അല്ല, നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 18-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെ വായിക്കുമ്പോൾ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവന്റെ പിൻഭാഗത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സി എന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. കണ്ടോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ, അല്ലെങ്കിൽ 17-ാം അധ്യായത്തിൽ അബ്രഹാമുമായിട്ട് സംസാരത്തിൽ അബ്രഹാം കവന്നുകൊണ്ട് ചിരിച്ചു. ഇവിടെ ഇതാ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃത്തിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്,
വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? ദൈവം എല്ലാം അറിയുന്നു പ്രിയമുള്ളവരെ. സാറ പൊട്ടിച്ചിരിച്ച് ഒച്ചയും വേണമെന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ അവൾ ചിരിച്ചു എന്നത് ദൈവം അറിഞ്ഞു. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഞാനിത് പറഞ്ഞപ്പോഴേ സാറ എന്തിനാ ചിരിച്ചേ? എന്നിട്ട് പറയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ ആ ബന്ധം നമുക്കുണ്ടെങ്കിൽ, നമുക്കറിയാം ഇന്ന് ഈ സർവശക്തനായ ദൈവം നമ്മുടെ പിതാവ്, ആ ത്രിയേക ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. എന്നാൽ അനേക വിശ്വാസികളും ഈ കാര്യം ശരിയായി മനസ്സിലാക്കി വിശ്വസിച്ച് യാത്ര ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും ഇനി ഏകരല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ എപ്പോഴും അവർക്ക് ദൈവത്തോട് കൂടെയുള്ള ഒരു വാസമാണ്. അത് എത്ര സന്തോഷപ്രദമാണ്. നമുക്ക് ആ വിശ്വാസമുണ്ടോ? ഇവിടെ അബ്രഹാം വിശ്വസിച്ചു, സാറായും അബ്രഹാമും ഇത് കേട്ടപ്പോൾ ചിരിച്ചു, എങ്കിലും അവർ അത് വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് അരുളി ചെയ്യുന്ന കാര്യം അതുപോലെ നിവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം ഇന്ന് നമ്മളെ ഭരിക്കുന്നുണ്ടോ? നമുക്കറിയാം, നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. കർത്താവിനെ പറഞ്ഞില്ലേ യോഹന്നാൻ 16:33, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ, പാപത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, സാത്താനെ ജയിച്ച, എല്ലാത്തെയും ജയിച്ച ജയാളിയായ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? നാം എന്തിനു ഭാരപ്പെടണം? പരാജയം എന്തെന്നറിയാത്തൊരു ദൈവം നമ്മളോട് കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ. ആ ഒരു സത്യം നമ്മൾ ഏത് അവസ്ഥയിലും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 4-ാമത്തെ സവിശേഷത, തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളിൽ ആശയ്ക്ക് യാതൊരു വഴിയില്ലാതിരുന്നിട്ടും ആശയോടെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ മകനുണ്ടാകും, ആ മകനിലൂടെ നിത്യനിയമമായിട്ട് ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കും. ഇതെല്ലാം വിശ്വസിച്ചു. എത്ര വിലപ്പെട്ട കാര്യമാണ്. 5-ാമത്തെ സവിശേഷത, വിശ്വാസത്തിൽ തനിക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, കർത്താവ് 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ചെയ്തായിരുന്നു. അപ്പോൾ സാധാരണ നിലയിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് വയതിലുണ്ടാകേണ്ടതാണ്. എന്നാൽ ഉണ്ടായില്ല. നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു. നീണ്ട 25 വർഷങ്ങൾ കാത്തിരുന്നപ്പോഴാണ് ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വായിക്കുകയാണ്, വിശ്വാസത്തിൽ തനിക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചില്ല. നമ്മൾ റോമാലേഖനം നമ്മൾ ആ ഭാഗം വായിച്ചതായതുകൊണ്ട് എല്ലാവരും എപ്പോഴും എടുത്ത് വായിക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു എന്ന് മാത്രം. അതിന്റെ 4-19 വാക്യം. അപ്പോൾ അവിടെ അവസാന വാക്യമാണ്, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറഞ്ഞാല് തന്റെ ശാരീരികമായ പ്രതികൂല അവസ്ഥകളൊക്കെ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വന്ന ആ സമയത്തുള്ള ആ വിശ്വാസം ഇന്നും നമുക്കുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ക്ഷീണം സംഭവിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? ഉറയ്ക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ എബ്രായ ലേഖനത്തില് ഒരു മുന്നറിയിപ്പ് എന്ന പോലെ വായിക്കാൻ കഴിയുന്നൊരു കാര്യം, എബ്രായ ലേഖനം അതിന്റെ 3-ാം അധ്യായം 14-ാം വാക്യം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. കണ്ടോ? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, അതിന്റെ അർത്ഥം അനേകരിലും വിശ്വാസത്തിൽ തകർച്ചയുണ്ടാകും എന്ന് തന്നെയാണ്. നമ്മളതിന്റെ എബ്രായർ തന്നെ 10-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. നോക്കണം, നാമോ
നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാവുന്നു. അപ്പോൾ ഈ ജീവരക്ഷ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പ്രാണന്റെ രക്ഷ. അപ്പോൾ ഓരോ ദിവസവും ഈ രക്ഷയിൽ വളരുന്നത് വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ നാം വയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു വിശ്വാസി ആദ്യ വിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ പാടില്ല. നമുക്ക് വിശ്വാസത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കാൻ കഴിയണം. വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. കണ്ടോ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളവരാണ്. ആ കാര്യം തന്നെയാണ്. അതിന്റെ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം. ഉണ്ടോ? അപ്പോൾ ഇത് ഒരു വിശുദ്ധനെ കുറിച്ച്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവബദലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? ശരിയായിരിക്കുന്ന ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ കാര്യം നമ്മൾ ചിന്തിക്കണം. ഇവിടെ പ്രതികൂലമായിരുന്നിട്ടും മാനുഷികമായി ചിന്തിച്ചാൽ യാതൊരു ആശയ്ക്കും വകുപ്പില്ലാതിരുന്നിട്ടും അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, താൻ വിശ്വാസത്തിൽ ഒരു ക്ഷീണവും സംഭവിച്ചില്ല എന്നാണ്. എന്നിട്ട് 6-ാമത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, അവൻ വിശ്വാസത്തെ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തെന്ന. അപ്പോൾ അത് നമ്മൾ റോമാലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, റോമാലേഖനം അതിന്റെ 4-ാം അധ്യായം 20-ാം വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ നാം വിശേഷിച്ചും ദൈവമക്കൾ തന്റെ മഹത്വത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടല്ലേ 1 Corinthians 10:31 വായിക്കുന്നത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. അവിടുത്തെ മഹത്വമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ കൊണ്ട് ഓരോ കാര്യങ്ങളിലും എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? ഇവിടെ അബ്രഹാം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവവിളി കേട്ടവരാണെങ്കിൽ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ കർത്തവ്യം, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കർത്താവിനെ മറ്റെല്ലാവരേക്കാൾ അധികമായിട്ട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഓരോ പ്രവൃത്തികളിലും കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 6 പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്, ഇന്നലെയും ഇന്നുമായിട്ട്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് താൻ വിശ്വസിച്ചു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, മരിച്ചു പോയാലും നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാവരും ഇന്ന് എത്രയോ വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ച് മൺമറഞ്ഞു, എത്രയോ വിശുദ്ധന്മാരെ കത്തിച്ചു കളഞ്ഞു, എത്രയോ വിശുദ്ധന്മാരെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു, മൃഗങ്ങൾ തിന്നു. എന്നാൽ നമ്മുടെ കർത്താവ് വരും. കാഹളം ധ്വനിക്കുമ്പോൾ ഈ മരിച്ച എല്ലാ വിശുദ്ധന്മാരും തേജസ്സിന്റെ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിക്കും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവരുടെ ശരീരമൊക്കെ എവിടെ പോയി അല്ലേ? എന്നാൽ അവർക്ക് ആ ശരീരം വീണ്ടും മടക്കി വരുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവമക്കളെ. നമ്മളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്നെ മരിച്ചിട്ട് കുഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട.
മൃഗങ്ങൾ തിന്നുപോയി, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു, ഏതെങ്കിലും രീതി ചിന്തിച്ച് ഭാരപ്പെടാനില്ല. കർത്താവ് മടക്കി വരുത്തും. ചിന്തിക്കുക. അപ്പോൾ മരണത്തിൽ നിന്നും ജീവനെ കൊടുത്ത് മടക്കി വരുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് നമ്മുടെയൊക്കെ വിശ്വാസമാണ്. മൂന്നാമത് നമ്മൾ കണ്ടു, ശൂന്യതയിൽ നിന്നും ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം നമ്മൾ ഇന്ന് ഈ കാണുന്നതിനെ എല്ലാം ഉളവാക്കിയത്. നമ്മുടെ ദൈവം എത്ര വലിയവനാ പ്രിയമുള്ളവരെ! അവിടുന്ന് എത്ര സർവശക്തനാ. നാലാമത് അബ്രഹാം വിശ്വസിച്ചത് തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ അത് ആശയ്ക്ക് വിരോധമായിരുന്നെങ്കിലും താൻ ആശയോടെ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്ത ദൈവം ആ വാഗ്ദത്തങ്ങളെല്ലാം തൻ്റെ സമയത്ത് പൂർണ്ണമായി നിവർത്തിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, തനിക്ക് യാതൊരു ക്ഷീണവും വിശ്വാസത്തിൽ സംഭവിച്ചില്ല. ഓരോ ദിവസവും മാനുഷികമായി ചിന്തിച്ചാൽ അതിൽ അവിശ്വാസം കടന്നു കൂടാമായിരുന്നു. എന്നാൽ താൻ വിശ്വാസത്തിൽ തനിക്ക് യാതൊരു ക്ഷീണവുമില്ല. താൻ അതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആറാമത്തെ കാര്യം, അവൻ ഓരോ ദിവസവും വിശ്വാസത്തിൽ ബലപ്പെട്ട് കർത്താവിന് മഹത്വം കൊടുത്തു. എത്ര വിലപ്പെട്ട കാര്യമാണ്! എത്ര വിലപ്പെട്ട കാര്യമാണ്! നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് നമുക്ക് വാസ്തവത്തിലുള്ള ആ വിശ്വാസം എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം. വളരെ നമ്മൾ ചിന്തിക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ. അപ്പോൾ നമ്മൾ ഒരു ശരിയായ ദൈവഭക്തരാണെങ്കിൽ, ക്രിസ്തുവിനുള്ളവർ എങ്കിൽ, അബ്രഹാമിൻ്റെ കൊടുത്ത വാഗ്ദത്തങ്ങൾക്കെല്ലാം നമ്മളും അവകാശികളായി തീർന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അവയെല്ലാം നിവർത്തിക്കാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. ആ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്തിരിക്കാം. ദൈവമായ കർത്താവ് അതിനെ സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.